ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഷോർട്ട് കട്ടും പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഒക്കെ ഒരു സ്റ്റൈല്. ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ക്രീമിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിലുള്ള പ്രോബ്ലംസാണ് വരുന്നത്. അതായത് സെയിം ടൈപ്പിലുള്ള പ്രോബ്ലംസ് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ജയിക്ക് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാറ്റേൺ കിട്ടിയാലുണ്ടല്ലോ, നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് അതേ ടൈപ്പിലുള്ള പ്രോബ്ലംസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് അറിയാമായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Okay, so first question. Okay, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്ലസ് ബൈനോമിയൽ തിയറം ആണ്. ഓക്കെ, അപ്പം ആക്ച്വലി മെയിൻലി ബൈനോമിയൽ തിയറത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത്. കാരണം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ പ്രത്യേകത അത് കുറച്ച് മെൻ്റലി നമുക്ക് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ബൈനോമിയൽ തിയറം എന്ന് പറഞ്ഞാൽ ഫുൾ കുറച്ച് ഫോർമുലാസൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണപ്പെടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈനോമിയൽ തിയറത്തിൻ്റെ പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, okay, so this is our first question. 1 plus 100c1 plus 100c2 plus etc. up to 100c99 plus 1 equal to what? And options 2 raised to 99, 2 raised to 101, 2 raised to 98, 2 raised to 100, 100 square. ഓക്കെ, 5 ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നിമിഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പതറിപ്പോകും. പക്ഷേ ഇതിനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈ ഫോർമുലയുണ്ട്. ആ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഫോർമുല പലപ്പോഴും നമ്മൾ ഉപയോഗിക്കും. കീമിൻ്റെ എക്സാമിനും ജെയുടെ എക്സാമിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. സോ ഈ ഫോർമുല എന്താണെന്ന് വെച്ചാൽ സം ഓഫ് k ഈക്വൽ ടു 0 to n n c k ഈക്വൽ ടു 2 raised to n. അതായത് n ടൈംസ് അതായത് ഇപ്പം കെ നമുക്ക് നീട്ടിപ്പരത്തി എഴുതുവാണെങ്കിൽ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര അപ് ടു NCn ഈസ് ഈക്വൽ ടു 2 raised to n. മനസ്സിലായി? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ശ്രദ്ധിക്കാം. ഇവിടെ n-ന് 100 ഇട്ട് കൊടുത്താൽ 100 C1 ഉണ്ട്, 100 C2 ഉണ്ട്, ടിൽ 100 C99 വരെ ഉണ്ട്. പിന്നെ ഈ NCn എന്ന് പറയുന്നത് 1 അല്ലേ, NC0 എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ ഇതും 1 അപ്പോൾ ഇതും 1 അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സോ ആൻസർ എന്താ? 2 raised to 100 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ ഇനിയും കുറേ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. സോ ഇത് വെരി മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഓക്കെ, അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര അപ് ടു NCn എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2 raised to n ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പ്രോബ്ലം. Okay, so next problem is coefficient of സെക്കൻഡ് പ്രോബ്ലം ആണ്. കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് x raised to 10 in 1 minus x square into 1 minus x cube raised to 9 is 9c4 minus 9c6 minus 9c4 9c6 0. ഓക്കെ ഗൈസ്, ഒരു ചെറിയൊരു കുടുക്ക് വഴി പറയട്ടെ. ഇതെല്ലാം ക്വസ്റ്റ്യനിലും 0യും 1ഉം ഒക്കെ ഓപ്ഷൻസിൽ വരുവാണെങ്കിൽ മിക്കവാറും അത് ആ 0യോ അല്ലെങ്കിൽ ആ 1ഓ ആയിരിക്കും. ലൈക്ക് നിങ്ങളിത് കണ്ടോ, 0 അവിടെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ഓക്കെ, ഇത് ഇങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരേ ഒരു സിംഗിൾ ഫോർമുലയാണ്. അതായത് ജനറൽ ടേമിൻ്റെ ഫോർമുല, അതായത് ആർത്ത് ടേമിൻ്റെ ഫോർമുല. ആർ പ്ലസ് ആർത്ത്, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുമല്ലോ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആക്ച്വലി ആറിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ്. ആറിൻ്റെ വാല്യൂ 0, അത് ആറെന്ന് പറയുന്നത് ലൈക്ക് ഇപ്പോൾ A പ്ലസ് B ദ ഹോൾ റേസ് ടു ആറിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് NCR a raised to n minus r
ബി റേസ് ടു ആർ. എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ഇനി എ മൈനസ് ബി ദ ഹോൾ റേസ് ടു ആർ ആണെങ്കിലോ ടി ആർ പ്ലസ് വൺ എന്ന് പറയുന്ന മൈനസ് വൺ റേസ് ടു ആർ എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. എൻ ഏതാ ആർ ഏതാന്ന് മനസ്സിലായല്ലോ. ശേ എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ എ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു എൻ. ഓക്കെ, ഈ എൻ ആണ്. ഈ എൻ ആർ എന്ന് പറയുന്ന ഓരോ ടേംസ്, അതായത് 0 ആദ്യത്തെ ഇതിൽ നമ്മൾ പറയത്തില്ലേ എൻ സി 0 പ്ലസ് എൻ സി 1 പ്ലസ് എൻ സി 2. ഈ ആർ എന്ന് പറഞ്ഞാൽ ഈ 0 1 2 3 ആണ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അതിലെ ആറ് 0 അല്ലേ, അപ്പോൾ അതാണ് ആർ പ്ലസ് വൺ എന്ന് പറയുന്നത്. ടി വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ ആറ് 0 ആയിരിക്കും. ഓക്കെ, അവിടെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അത് വെരി ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ടേമിൽ ആറ് 0 ആയിരിക്കും. അതാണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാം. ഇതിൽ ടി ആർ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ആറ് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഈ രണ്ട് ഇക്വേഷൻസ് നല്ലപോലെ പഠിച്ചു വെക്കണം, ഇല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ബൈനോമിയലിൻ്റെ മീൻസ് നമുക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഇതൊക്കെയാണിത്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും പിന്നെ മറ്റേ ഇക്വേഷനും കൂടെ അറിയാമെങ്കിൽ നമുക്ക് ഏകദേശം ഒട്ടുമിക്ക പ്രോബ്ലംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 10 ഇൻ ഈ സംഭവം കണ്ടുപിടിക്കാം. അതായത് നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്താലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അതിൻ്റെ മണ്ടയ്ക്കൊന്നും ഇല്ല. പക്ഷേ മറ്റേ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്യണം, കാരണം അതിൻ്റെ മണ്ടയ്ക്ക് 9 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകാം. താഴത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, കാരണം അവിടെ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, ഇക്വേഷൻ ആണെന്ന് അറിയാലോ. ജനറൽ ടേം എന്താ? ജനറൽ ടേം ഓഫ് എ മൈനസ് ബി റേസ് ടു എൻ എന്ന് പറയുന്നത് ജനറൽ ടേം മൈനസ് 1 റേസ് ടു ആർ എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. സോ -1x² ഇങ്ങനെ നമ്മൾ എഴുതി. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് ടേം എന്താ? എൻ സി 0 9c0 1 ആണ്. എ റേസ് ടു -1 റേസ് ടു 0 r0. ഫസ്റ്റ് ടേമിൽ r0, അപ്പോൾ ഇത് 1. എ റേസ് ടു 0 ഈസ് 1 റൈറ്റ്. പിന്നെ 9c0യും 1 ആയി. പിന്നെ എ റേസ് ടു n മൈനസ് ആർ, n എന്ന് പറയുന്നത് 0, n എന്ന് പറയുന്നത് 9 - 0. പക്ഷെ അത് കാര്യമില്ല, 1 റേസ് ടു ആയതുകൊണ്ട് അത് 1 തന്നെയാവും. പിന്നെ x³ റേസ് ടു ആർ. ഇവിടെ ഫസ്റ്റ് ടേം r0 ആണ്. സോ ദിസ് വിൽ ബി 1. ഫസ്റ്റ് ടേം 1 ആണ്. സെക്കൻഡ് ടേമിൽ r = 1 ആണ്. സോ -1 റേസ് ടു 1 NCR A റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ. ഇത് ആക്ച്വലി വരുന്നത് -9x³. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ +9c2 x റേസ് ടു 6. അടുത്ത ടേം എന്ന് പറയുന്നത് ഇതിനെല്ലാം 3 ആക്കി കഴിഞ്ഞാൽ -9c3 x റേസ് ടു 9. ഓക്കെ, ഇത്രയും മതി. കാരണം ഇനിയും എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. പക്ഷെ നമുക്ക് ഇത്രയും മതി. കാരണം എന്താ, നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 10 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 10 ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 10 കിട്ടണമെങ്കിൽ നമുക്കൊരു എക്സ് റേസ് ടു 9 വരെ ഇവിടെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകത. നമ്മൾ എന്തുവരെയാണ് നമുക്ക് വേണ്ടത് അതുവരെ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു എക്സ് റേസ് ടു 10ൻ്റെ ടേം കിട്ടുന്നുണ്ടോ നോക്കണം. ഓക്കെ, നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 1 × 1 എക്സ് റേസ് ടു 10ൻ്റെ ടേം ഇല്ല, എക്സ് റേസ് ടു 10ൻ്റെ ടേം ഇല്ല, എക്സ് റേസ് ടു 10ൻ്റെ ടേം ഇല്ല, എക്സ് റേസ് ടു 10ൻ്റെ ടേം ഇല്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെല്ലാം എക്സ് റേസ് ടു 6ൻ്റെ ടേം, എക്സ് റേസ് ടു 3യുടെ ടേം, എക്സ് റേസ് ടു പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതെല്ലാം അങ്ങനത്തെ ടേംസാണ്.
ലൈക്ക് വീണ്ടും വരുന്നില്ല. ഇത് കഴിഞ്ഞ് എക്സ് ക്യൂബ് റേസ് ടു 4, അപ്പോൾ എക്സ് റേസ് ടു 12ൻ്റെ ടേമാണ് അടുത്ത വരുന്നത്. എക്സ് റേസ് ടു 12ൻ്റെ ടേം അടുത്ത വരുന്നത്. എക്സ് റേസ് ടു 10 ടേം വരുന്നില്ല. അപ്പം ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരത്തില്ല, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നുണ്ടെന്ന് നോക്കിയേ. 6 3 + 2 5ൻ്റെ ടേം വരുന്നുണ്ട്, 8ൻ്റെ ടേം വരുന്നുണ്ട്, എക്സ് റേസ് ടു 8ൻ്റെ ടേം വരുന്നുണ്ട്, എക്സ് റേസ് ടു 11ൻ്റെ ടേം വരുന്നുണ്ട്, എക്സ് റേസ് ടു 10ൻ്റെ ടേം വരുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണെന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, 0 ഇസ് ദ ആൻസർ. ബിക്കോസ് ഇവിടെ ഒരിക്കലും എക്സ് റേസ് ടു 10ൻ്റെ ഒരു ടേം വരുന്നില്ല. എക്സ് റേസ് ടു 10ൻ്റെ ടേം വന്നാലേ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ. ഇപ്പം 3x² ആണെങ്കിൽ ഇതിൽ x² കോഎഫിഷ്യൻറ്റ് 3 ആണ്. 3x ആണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 ആണ്. ഇനി ഈ ടേമിൽ x² കോഎഫിഷ്യൻറ്റ് 0 ആണ്. 0x² ആണ്. x² കോഎഫിഷ്യൻറ്റ് 0 ആണ്. അതായത് അങ്ങനെ x² ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇത് തനിയെ ചെയ്യണം. ബിക്കോസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ ഇതാണ്. അതായത് ഇക്വേഷൻ k = സിഗ്മ k = 0 to n Ck is equal to 2 raised to n. എന്ത് പാട് താൻ എപ്പോഴും ഇങ്ങനെയാണ്.